നമസ്കാരം, സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. ഞാൻ ഈ അടിപൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നല്ല രസകരമായിട്ട് ചെയ്യുക എന്നുള്ളതല്ല. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അല്ലാതെ നമുക്ക് രസിക്കാൻ വേണ്ടി എളുപ്പമുള്ള ക്വസ്റ്റൻ, മനസ്സിലാവുന്ന ക്വസ്റ്റൻ നിങ്ങൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യരുത്. ഒരു ക്വസ്റ്റനെ എക്സാമിന് വരുന്ന ക്വസ്റ്റനെ പഠിച്ചുകൊണ്ട് പോയെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ല നമ്മൾ സ്വയം സമാധാനിച്ചു 2 ചോദ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് സമാധാനിച്ചുകൊണ്ട് എക്സാമിന് കുറെ വേണ്ടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയിട്ട് എക്സാമിന് വന്നില്ല, അതുകൊണ്ട് എൻ്റെ വിധിയാണ് എന്നൊന്നും പറയാതെ ഈ എക്സാമിനുള്ള എല്ലാ ചാപ്റ്ററിലെയും ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ, ടോപ്പിക്സുകൾ നമ്മളത് മനസ്സിലാക്കി അവനെ വേണം പഠിക്കാൻ. അപ്പൊ അതിനുള്ളിൽ ബുദ്ധിമുട്ടുള്ളത് കാണും, ഈസി ഉള്ളത് കാണും, രണ്ടും നമ്മൾ കവർ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2, 3. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആൻഡ് കട്ടിംഗ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ഓൺ കോർഡിനേറ്റ് ആക്സസ്. അത് അവിടെയാണ് നമുക്ക് ഇതൊക്കെ പല കുട്ടികൾക്കും മനസ്സിലാകത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പേരുണ്ട് നന്നായിട്ട് പഠിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവർ. എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. നമുക്ക് എല്ലാ ആൾക്കാർക്കും എക്സാം ഉണ്ട്, നന്നായിട്ട് എഴുതിയെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ എക്സാം പഴയ പോലെ മാർക്ക് ചുമ്മാതെ കൊടുക്കുന്ന പണിയില്ല. നിങ്ങൾ എന്താണോ എഴുതിയതും പ്രത്യേകിച്ച് +1, +2വിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്ന +1 ആണ്. മാർക്ക് കൂടുതൽ കൊടുക്കുന്നതിനുള്ളിൽ ഇത്തിരി പിശുക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എഴുതിയെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെയുള്ളതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. ഇവിടെയുള്ള ഒരു ക്ലൂ എന്താണെന്ന് നോക്കിക്കാൻ മോനെ. ഈക്വൽ ഇന്റർസെപ്റ്റ്സ്, ഇതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് വേർഡ്. ഓക്കെ, ഇന്റർസെപ്റ്റ്സുകളുടെ ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ, അവിടെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഐഡിയ വരും. പക്ഷെ എക്സാമിന് എത്തുമ്പോൾ ആരും പറഞ്ഞു തരാതാണ് നമുക്ക് ഐഡിയ വരേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തന്നെ കുറെ ക്വസ്റ്റൻ ഇങ്ങനെ വായിച്ച് നമുക്ക് അതിനുള്ളൊരു ഐഡിയ ഫോം ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. x/a + y/b = 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് നെക്സ്റ്റ് 2 ആണല്ലോ. അപ്പൊ ഇന്റർസെപ്റ്റ് ആയപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എന്താ മുന്നേ തന്നിരിക്കുന്നത്? ഈക്വൽ ഇന്റർസെപ്റ്റ്സ്. ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ a ഈക്വൽ എത്ര ആണെന്ന് അർത്ഥം? b. അപ്പൊ ഈക്വേഷൻ എങ്ങനെയായിട്ട് മാറും? x/a + y/a = 1. ബിയുടെ പ്ലേസിൽ എ എന്ന് കൊടുക്കാം. ഇന്റർസെപ്റ്റ്സുകൾ ഈക്വൽ ആണെന്ന്. ഇതിപ്പോ കണ്ടോ, ഇതാ നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, ഇനി ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് എയുടെ പ്ലേസിൽ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ബിയുടെ പ്ലേസിൽ ആരെന്ന് എഴുതാം? എ എന്ന് എഴുതാം. അപ്പൊ x/a + y/a = 1. ഇവിടെ ഡിനോട്ട് സെയിം ആയതുകൊണ്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x + y / a = 1. കോമൺ ആയിട്ട് ഡിനോട്ട് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + y = a. ഇതാണ് നമ്മുടെ ആദ്യത്തെ അവർ തന്നെ വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു ഇക്വേഷൻ. ഇനി നമുക്ക് ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമ്മൾ അവിടെ എയും ബിയും കണ്ടുപിടിക്കണമായിരുന്നു ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ. ഇപ്പൊ കണ്ട് ഈക്വൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എയും ബി ഈക്വൽ ആയ സ്ഥിതിക്ക് ഇനി ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. ആരെ മാത്രം? എ മാത്രം. ബി വേണ്ട. എയും ബി ഈക്വൽ അല്ലേ? അപ്പൊ എ കണ്ടുപിടിച്ചാൽ അത് ബിയുടെ വാല്യൂ ആണ്, 2 ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനിയാണ് അത് പാസ് ചെയ്ത പോയിന്റ് എന്നുള്ളത്. എന്താണ്? 2, 3. കേട്ടോ, ഈ പാസ് ചെയ്ത പോയിന്റിനെ തരുമ്പോൾ നമ്മൾ പല രീതിയിൽ കൂടെ അതിനെ ഉപയോഗിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. ഇത് ഇവിടെ കൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എഴുതാം ഇക്വേഷൻ 1 പാസിംഗ് ത്രൂ എവിടെ കൂടെയാണ്? 2, 3 എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്ലേസിൽ എക്സ് കോർഡിനേറ്റ് ആയ 2 കൊടുക്കണം. ഇവിടെ വൈയുടെ പ്ലേസിൽ വൈ കോർഡിനേറ്റ് ആയ 3 കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് പുട്ട് x = 2 ആൻഡ് y = 3. അപ്പൊ ഇത് എവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നോക്കിക്കേ. എക്സിന്റെ പ്ലേസിൽ 2 കൊടുക്കുന്നു, വൈയുടെ പ്ലേസിൽ 3 കൊടുക്കുമ്പോൾ എങ്ങനെ വരും മോനെ? നോക്കിക്കേ. എങ്ങനെ കിട്ടും? 2 + 3 x 2 ആയി y 3 ആയി = a implies 5 is equal to a implies തിരിച്ചു വായിച്ചാൽ a = 5. That's all. തീർന്നു. അപ്പൊ എയുടെ വാല്യൂ എത്ര കിട്ടും മോനെ? 5. Therefore equation 1 implies x + y is equal to a അല്ലായിരുന്നോ? That is x + y is equal to 5. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് കിട്ടുക നമുക്ക് ചിലപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക്. പക്ഷെ ഈ 3 മാർക്ക് ഇങ്ങനെയൊക്കെ എഴുതി കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളവർക്ക് പറ്റത്തില്ല. നമ്മൾ സാധാരണ ചെറിയ ചോദ്യങ്ങൾ, എളുപ്പമുള്ള ചോദ്യങ്ങൾ, മനസ്സിലാവുന്ന കുറെ ചോദ്യങ്ങൾ എനിക്ക് പഠിക്കുമ്പോൾ മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് അത് എക്സാമിന് വരത്തില്ലെന്ന് വിചാരിക്കാൻ പറ്റുമോ? എക്സാമിന് വരും. അപ്പൊ നിങ്ങൾ എക്സാമിന് വരുന്നതിനെ നിങ്ങൾ തിരിച്ച് ചിന്തിക്കണം. ഈ എക്സാമിന് വരുന്നതിനെ നിങ്ങൾ പഠിക്കുക, അതിനുള്ളിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കവർ ചെയ്യുക, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാകുന്നെങ്കിൽ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഇതേപോലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം.